നീ മുഷിയരുത് എന്ന് 37-ാം സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിത ക്ലേശങ്ങൾ നമുക്ക് രസകരമായി തോന്നി എന്ന് വരികയില്ല. ദൈവം എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ക്ലേശങ്ങളിൽ നിന്നും വിടുവിക്കുന്നതെന്ന് നാം നോക്കി പാർക്കുന്നു. നമ്മെ വിടുവിക്കുവാൻ, നമ്മെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വിവിധങ്ങളാണ്. എന്നാൽ ദൈവം നമ്മെ വിടുവിക്കുന്ന സമയം വരെയും നാം മുഷിഞ്ഞു പോകരുത് എന്നാണ് വചനം പറയുന്നത്. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര തന്നെ ഗുരുതരമായാലും അവയോട് നാം പുലർത്തുന്ന മനോഭാവമാണ് സർവപ്രധാനം. നാമായി തന്നെ സൃഷ്ടിക്കുന്ന പരിമിതികളുടെ അതിർത്തികളുണ്ട്. എനിക്കതിന് കഴിയുകയില്ല എന്ന് നാം തന്നെ പ്രഖ്യാപിച്ചു വച്ചിരിക്കുകയാണ്. ഒരിക്കലൊരു സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചു. കൂടുകളിലായിരുന്ന പല മൃഗങ്ങളും ചാവുകയുണ്ടായി. ആ കൂട്ടത്തിൽ കൂടിന് വെടിയിൽ കെട്ടിയിരുന്ന ഒരു ആനയുമുണ്ടായിരുന്നു. ആ ആനയെ ഒരു മുളങ്കുറ്റിമേലായിരുന്നു തളച്ചിരുന്നത്. വളരെ നിഷ്പ്രയാസം ആനയ്ക്ക് ആ മുളങ്കുറ്റി പിഴുതെറിയാമായിരുന്നു. പക്ഷേ ആ ആന കുട്ടിയായിരുന്നപ്പോൾ ആനയെ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഇരുമ്പ് തൂണയിലായിരുന്നു തളച്ചിരുന്നത്. അന്ന് ആ ആനക്കുട്ടി ഇരുമ്പ് തൂൺ പിഴുവാൻ പലവട്ടം ശ്രമിച്ചു നോക്കി. പക്ഷേ തൂണ് ഇളകിയില്ല. രക്ഷപ്പെടുവാനുള്ള ശ്രമം ആ ആന മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഈ സർക്കസ് കൂടാരത്തിൽ മുളങ്കുറ്റിയിലാണ് ആനയുടെ തുടൽ ഉടക്കി വെച്ചിരിക്കുന്നത്. എങ്കിലും ആ ആനയ്ക്ക് എനിക്ക് കഴിയുകയില്ല എന്ന പഴയ മനോഭാവത്തിന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. തന്മൂലം ആ തീജ്വാലയ്ക്കുള്ളിൽ ആന വെന്ത് ചരിഞ്ഞു. ജീവിതാനുഭവങ്ങളിൽ ഒരിക്കലും മുഷിവ് തോന്നാത്തവണ്ണം എൻ്റെ ദൈവത്താൽ എനിക്കതിന് കഴിയും എന്ന വിശ്വാസം നാം ആർജിച്ചെടുക്കണം. ഒരു പ്രയോജനവും ചെയ്യാത്ത പുലമ്പലുകളും പെറുപെറുപ്പുകളും വിട്ടുകൊണ്ട് പ്രതിസന്ധികളെ വിശ്വാസത്തോടെ നേരിടുക. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവരാണ് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നത്. കാറ്റിൻ്റെ ശക്തിയാണ് കഴുകനെ ആകാശമണ്ഡലത്തിലേക്ക് പറന്നുയരുവാൻ സഹായിക്കുന്നത്. ആയതുപോലെ ജീവിതത്തിൽ നേരിടുന്ന കൊടുങ്കാറ്റിൽ നിന്നും ശക്തി സംഭരിച്ച് ഉയരങ്ങളിൽ പറന്നുയരാൻ നമുക്ക് ഇടയാകട്ടെ. ഹാവ് എ പ്ലസന്റ് ഡേ.